എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കക്ക ഇറച്ചി റോസ്റ്റാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി റോസ്റ്റാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 500 ഗ്രാം കക്ക ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 20 ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഇതിൽ വറുത്തിടാൻ വേണ്ടിയുള്ള തേങ്ങാക്കൊത്ത്, ഒരു 5 പച്ചമുളക് നെടുകെ പിളർന്നത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, ഒരു കുടം വെളുത്തുള്ളി, വെളിച്ചെണ്ണ, വിനാഗിരി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കടുക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. കക്ക ഇറച്ചി റോസ്റ്റ് ഉണ്ടാക്കാൻ ആരംഭിക്കാം. ആദ്യമായിട്ട് നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. അത് ഇതുപോലൊരു വലിയ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. ആദ്യമായിട്ട് നമുക്ക് ഈ തേങ്ങ കൊത്തൊന്ന് വറുത്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളറാകുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് ഇച്ചിരി എണ്ണ പാനിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളി, കൊച്ചുള്ളി നട്ടെടുക്കണം. ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇതിൻ്റെ
പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് ശകലം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇച്ചിരി കൂടെ ഒന്ന് വഴങ്ങാനുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ഒരു സ്പൂൺ മുളക് പൊടി. അതിനുശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ച മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി എണ്ണ കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് ശകലം വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഒന്ന് നോക്കട്ടെ. അടുത്ത നമുക്ക് കക്ക ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല ഇതിനകത്ത് നന്നായിട്ട് പിടിക്കുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചിക്ക് വലിയ വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇറച്ചിക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് വിനാഗിരിയും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനി തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഏകദേശം പറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്താ കളർ, എന്താ മണം! നല്ല മണം വരുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തോരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. അങ്ങനെ കക്കാറച്ചി റോസ്റ്റ് നല്ലവണ്ണം അങ്ങോട്ട് റോസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണം, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് തോന്നുക. നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിടാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഇടാം. തേങ്ങാക്കൊത്തിനകത്ത് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സ്വാദിഷ്ടമായ കക്കാറച്ചി റോസ്റ്റ് തയ്യാറായി. ശകല നേരം കൂടെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ചെറിയ പൊട്ടുന്ന സൗണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. ഈ കക്കാറച്ചി ഇങ്ങനെ പൊട്ടുന്നതാണ് ഇതിൻ്റെ പരുവം. കക്കാറച്ചി റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇത് തയ്യാറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. 2 കറിവേപ്പില വെച്ച്. നല്ല മണം. സ്വാദിഷ്ടമായ കക്കാറച്ചി റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല കളറ് വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അങ്ങനെ സ്വാദിഷ്ടമായ കക്കാറച്ചി റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയുടെ എല്ലാം നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കക്കാറച്ചി റോസ്റ്റ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.